അതായത് ഡേ ലൈറ്റ് 7-8 മണിക്കൂറൊക്കെ ഈ സമയങ്ങളിൽ ഉണ്ടാവുള്ളൂ. ഇനി അത് ഞാൻ നേരത്തെ പറഞ്ഞ മാർച്ചിലോട്ടൊക്കെ മാറുമ്പോൾ ഡേ നീളാൻ തുടങ്ങും. അപ്പോഴാണ് ഈ പറഞ്ഞ പോലെ എന്ത് ചെയ്യുന്നത്, മാർച്ചൊക്കെ ആകുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ പോലെ 1 മണിക്കൂർ ക്ലോക്ക് സൂചി അങ്ങോട്ട് മാറും. അപ്പൊ ഈ സ്പ്രിംഗ് സമയത്ത് നല്ല പൂക്കളൊക്കെ വിരിയുന്ന സമയമാണ്. യുകെയിൽ ആകാശം തെളിഞ്ഞു നിൽക്കും, വിറ്റാമിൻ ഡി ആവോളം ലഭിക്കും, സൂര്യപ്രകാശം കിട്ടും, തണുപ്പിന് തണുപ്പ്, ചൂടിന് ചൂട് എന്നൊരു അവസ്ഥയായിരിക്കും ഉണ്ടാവുക. പിക്നിക് മൂഡായിരിക്കും. യുകെയിൽ ആൾക്കാരൊക്കെ ഏകദേശം പുറത്തിറങ്ങുന്ന സമയം തന്നെ. ഈ സമ്മർ ആണെങ്കിൽ നല്ല കാലാവസ്ഥയാണ്, നല്ല ചൂടായിരിക്കും ഫീൽ ചെയ്യുക. ചൂട് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ പോലെ 40-50 നല്ല 25 to 30, ചിലപ്പോൾ 35 ഇതൊക്കെയാണ് ചൂട് എന്ന് പറയുന്നത്. നമ്മൾ ഈ പാലക്കാടിന് ചൂടൊക്കെ ഉള്ള സഹിച്ച ആൾക്കാർക്ക് ഇതൊക്കെ എന്ത് ചൂടല്ലേ. പിന്നെ മാത്രമല്ല വേറെ രസമുള്ള കാര്യം വെച്ചെങ്കിൽ പല ആൾക്കാരും ഈ സമയങ്ങളിൽ പുറത്തിറങ്ങാൻ കുറച്ചുകൂടി ഇഷ്ടപ്പെടുന്ന ടൈമാണ്. കാരണം എന്താണ്, പലരും ഇവിടുത്തെ ആൾക്കാർ വസ്ത്രമൊന്നും ഇല്ലാണ്ടായിരിക്കും റോഡിലൂടെ നടക്കുക. അവർ ഈ പറഞ്ഞ ചൂട് ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി വിറ്റാമിൻ ഡി ആവോളം ശരീരത്തിലോട്ട് വായിച്ചെടുക്കുന്ന ടൈമൊക്കെയാണ്. നമുക്ക് സമയം പോകുന്ന അറിയില്ല. കാരണം രാത്രി 9-9:30 ആയാലും ഡേ ലൈറ്റ് ഉണ്ടാവും ഈ സമയങ്ങളിലൊക്കെ. നമുക്ക് വാച്ച് നോക്കിയാൽ മാത്രമേ രാത്രി ആയില്ലേ എന്ന് അറിയാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ഏകദേശം പുലർച്ചെ 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് സൂര്യപ്രകാശം നമ്മളെ വന്ന് വിളിച്ചിട്ടുണ്ടാവും. ഇവിടുത്തെ ആൾക്കാർ ഇങ്ങനെ ജോലി മാത്രമല്ല, അവരിങ്ങനെ ഇതേപോലത്തെയുള്ള കാര്യങ്ങളൊക്കെ ആഘോഷിച്ചിരിക്കുകയൊക്കെയാണ്. അപ്പൊ ഇതൊക്കെയാണ് ഈ പറഞ്ഞ, നിങ്ങൾക്ക് എത്രത്തോളം ഇതൊക്കെ മനസ്സിലാക്കി എടുക്കാൻ പറ്റിയെന്ന് എനിക്കറിയില്ല. യുകെയിൽ വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന, ലണ്ടനെ കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ ഇതൊന്ന് കാണുകയാണെങ്കിൽ നല്ലതായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. അതേപോലെ തന്നെ വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ.